നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലെ അനിശ്ചിതത്വം 10ാം ദിവസവും തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗം മലപ്പുറത്ത് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ലീഗ് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ നിശ്ചയിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തി. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും വകുപ്പുകൾ സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതും തങ്ങളായിരിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതിനിടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെക്കുറിച്ച് ലീഗിന് ഇപ്പോഴും വ്യക്തതയില്ല. അതിന്റെ നിരാശ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശനാണോ എന്ന ചോദ്യത്തോടും ഹൈക്കമാൻഡ് ആരെ നിശ്ചയിച്ചാലും അംഗീകരിക്കുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹം പ്രതികരിച്ചില്ല. ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി ആലോചിച്ചു പറയും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. നിരാശ നിഴലിക്കുന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. ലീഗ് മന്ത്രിമാരെയും മറ്റും യോഗം നിശ്ചയിച്ചുവെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ കോൺഗ്രസ് പുലർത്തുന്ന കാലതാമസത്തിൽ ലീഗിന് കടുത്ത അതൃപ്തിയുണ്ട്. ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചതൊഴിച്ചാൽ ലീഗിനെ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും അകറ്റി നിർത്തിയിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ലീഗ് ചെലുത്തിയിരുന്ന സ്വാധീനം ഇത്തവണ ഉണ്ടായിട്ടില്ല. വി.ഡി. സതീശനെ ലീഗ് പരസ്യമായി പിന്തുണച്ചതോടെ കെ.സി. വേണുഗോപാൽ പക്ഷം ലീഗിനെ തഴയുന്നതായും സൂചനയുണ്ട്. ഉപമുഖ്യമന്ത്രി പദവി, 5ാം മന്ത്രിസ്ഥാനം, വിദ്യാഭ്യാസ വകുപ്പ് നിലനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളിലും അനിശ്ചിതത്വം തുടരുന്നതിൽ പാർട്ടിയിൽ അമർഷം പുകയുന്നുണ്ട്. മുഖ്യമന്ത്രി ചർച്ച അന്തിമഘട്ടത്തിൽ നിൽക്കെ ആലുവയിലെ വി.ഡി. സതീശന്റെ വസതിയിൽ മുസ്ലിം ലീഗ് എം.എൽ.എ വി. അബ്ദുൽ ഗഫൂർ എത്തിയതും ശ്രദ്ധേയമായി. എറണാകുളം ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും സതീശനെ സന്ദർശിച്ചു. അതേസമയം ഡൽഹിയിൽ കെ.സി. വേണുഗോപാലിന് അനുകൂലമായ നീക്കങ്ങൾ സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഭൂരിഭാഗം എം.എൽ.എമാരുടെയും പിന്തുണ കെ.സിക്കാണെന്ന് അദ്ദേഹത്തിന്റെ ക്യാമ്പ് അവകാശപ്പെടുന്നു. പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്കപ്പെടാതെ ക്ഷേത്ര ദർശനങ്ങളുമായി രമേശ് ചെന്നിത്തല കൂളായി തുടരുകയാണ്. വി.എം. സുധീരനും കെ. സുധാകരനും ഡൽഹിയിൽ തുടരുന്നുണ്ട്. പ്രഖ്യാപനം വൈകുന്നത് വിജയത്തിന്റെ ശോഭ കെടുത്തുമെന്ന് സുധീരൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും അവർ പിന്നീട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി തിരിച്ചെത്തി. രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഇന്ന് കൂടിക്കാഴ്ച നടത്തി അന്തിമ പ്രഖ്യാപനം നടത്തിയേക്കും. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച അനന്തമായി നീളുന്നതിനിടയിലാണ് ലീഗ് അടിയന്തരമായി യോഗം ചേർന്നത്. മുഖ്യമന്ത്രി തീരുമാനം നീളുന്നതിൽ ലീഗ് കടുത്ത അതൃപ്തിയിലാണ്. ഘടകകക്ഷി എന്ന നിലയിൽ അഭിപ്രായം ചോദിച്ചതൊഴിച്ചാൽ ലീഗിനെ പൂർണ്ണമായും അകറ്റി നിർത്തിയാണ് ചർച്ചകളെന്ന പരിഭവം അവർക്കുണ്ട്. മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ലീഗ് നിർണായക ഇടപെടൽ നടത്തിയിരുന്നു. ലീഗ് നിർബന്ധത്തിന് വഴങ്ങി മുഖ്യമന്ത്രിയെ മാറ്റിയ ചരിത്രവുമുണ്ട്. പരസ്യമായി വി.ഡി. സതീശനെ പിന്തുണച്ചതോടെ വേണുഗോപാൽ പക്ഷം ലീഗിനെ തഴയുകയായിരുന്നു. 5ാം മന്ത്രിസ്ഥാനത്തിൽ ഉറപ്പായിട്ടില്ലെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ എന്നിവർ മന്ത്രിയാകുമെന്ന് ഉറപ്പായി. ആബിദ് ഹുസൈൻ തങ്ങൾ മന്ത്രിസ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിച്ചതോടെ കെ എം ഷാജിയുടെ നില പരുങ്ങലിലായി. മന്ത്രിയാക്കിയില്ല എങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആക്കണമെന്നതാണ് ഷാജിയുടെ ആവശ്യം. 5ാം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ പാറക്കൽ അബ്ദുള്ളയ്ക്കാകും സാധ്യത. മഞ്ഞളാംകുഴി അലിയും എ.കെ.എം. അഷ്റഫും രംഗത്തുണ്ട്. വി.ഡി. സതീശൻ സ്വന്തം മണ്ഡലമായ പറവൂരിലേക്ക് പോകുന്നതിന് മുമ്പെയാണ് മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ സെക്രട്ടറിയും കളമശ്ശേരി മണ്ഡലത്തിലെ എം.എൽ.എയുമായ അബ്ദുൾ ഗഫൂർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയത്. പിന്നാലെയാണ് ഡി.സി.സി പ്രസിഡന്റും സതീശന്റെ അനുയായിയും കൊച്ചി മണ്ഡലത്തിലെ എം.എൽ.എയുമായ മുഹമ്മദ് ഷിയാസും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അബ്ദുൾ ഗഫൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് മടങ്ങിയത്.